ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ തിരൂർ വയലത്തൂർ കുറ്റിപ്പാല ആതിർശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ജിൻഷിദാനെ കാണാനാണ്. ജിൻഷിദൊക്കെ പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം. മോൾക്ക് നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ തന്നെ പഠന വൈകല്യമുണ്ട്, എഴുതാനും വായിക്കാനും അങ്ങനെ അറിയില്ല, പിന്നെ ചെറിയൊരു പക്വത കുറവാണ് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം, കൂടെ നിൽക്കണം കേട്ടോ. എന്നാൽ നമുക്ക് മോളെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, ഈ കാണുന്നതാണ് ഇവരുടെ വീട് കേട്ടോ. ഇതാണ് വീട്ടിലേക്കുള്ള വഴിയാണത്, ഇത് വഴിയാണ്. ഓക്കെ, അപ്പോൾ ഈ വരുന്നതാണ് കേട്ടോ ജിൻഷിദ. നമുക്ക് നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. ഇങ്ങോട്ടോ, നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ. ഒറ്റക്ക് നടക്കുകയൊക്കെ ചെയ്യുന്നതാണ്. എന്തൊക്കെയാണ് വിശേഷം? ആ, നമ്മളിവിടെ ഇരുന്നോ. ജിൻഷിദ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മോളെത്ര വരെ പഠിച്ചേ? 10ാം ക്ലാസ് വരെ. സ്ക്രൈബ് എഴുതിയതാ അല്ലേ അമ്മ? അപ്പോൾ ഓക്കെ. പിന്നെ എന്താ ശരിക്കും ബുദ്ധിമുട്ടുള്ള? അവൾക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു പഠന വൈകല്യമുണ്ട്. പിന്നെ അവള് ജന്മനാലുള്ളതാണ്. അവൾക്ക് ഒരു ഞരമ്പിൻ്റെ ഒരു പ്രശ്നമാണ്. ഒരു ഞരമ്പിന് തലച്ചോറ്റുള്ള ഒരു ഞരമ്പിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ്. അത് തികയാതെ പ്രസവിച്ചതായിരുന്നു. 2 കുട്ടികളായിരുന്നു ഫസ്റ്റത്തത്. അപ്പോൾ അത് അറിഞ്ഞിട്ടില്ലായിരുന്നു 2 ഉള്ളത്. അപ്പോൾ അത് ഒരു ഞരമ്പ് ഇങ്ങനെ ചുളിഞ്ഞിരുന്നതാണ്. അത് തലയ്ക്കുള്ളത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് വലുതാവുമ്പോൾ ശരിയായിക്കോളും എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് ഇങ്ങനെ മണിപ്പാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇങ്ങനെ വലിച്ചെടുത്ത് കട്ട് ചെയ്ത് കാണ്ട് റെഡിയാക്കിയത്. ശരി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അവളെ കാര്യങ്ങളൊക്കെ അവൾ തന്നെ ചെയ്യും. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നടക്കാൻ അങ്ങനെ പറ്റൂല അല്ല? ഇങ്ങനെ ചെറിയ അല്ല, അയൽവാസികളോടൊക്കെ പോകും, പുറത്തേക്കൊക്കെ പോകും അല്ലേ? അപ്പോൾ ബാലൻസിന്റെ പ്രശ്നം ഉണ്ടാകലുണ്ടാ? കൈ പിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ? ഇല്ല, കുറച്ച് ദൂരമൊക്കെ ഇങ്ങനെ പോകും പിടിച്ചാൽ തന്നെ. വേറെ ടാബ്ലറ്റ് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അപസ്മാരത്തിന്റെ അങ്ങനെ ടാബ്ലറ്റ് ഒന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ കുക്കിംഗ് ഒക്കെ ചെയ്യലുണ്ടാ? ചെറുതായിട്ട്. അതെ അതെ. ഒറ്റക്ക് പുറത്തേക്കൊന്നും വിടാറുണ്ടാവില്ല അല്ലേ? ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പോകും. അതെ. അപ്പോൾ 10ാം ക്ലാസ് വരെ എക്സാം സ്ക്രൈബ് എഴുതിയതാണ്. ഓക്കെ, എഴുതാനും വായിക്കാനും ചെറിയ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? വായിക്കാനും ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുമ്പോട്ട് വരുന്ന നല്ലൊരു പാർട്ട്ണറിനെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതുകൊണ്ടാണ് എല്ലാം തുറന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കൈക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? വെയിറ്റ്. ഇപ്പൊ ഈ കാലിൻ്റെത് ചെറിയൊരു വലിച്ചു വെക്കണം എന്നുള്ള ഇതേ ഉള്ളൂ. പക്ഷെ എങ്കിലും ഫിസിയോതെറാപ്പി അവള് ചെയ്തില്ല, അതുകൊണ്ടേ അന്ന് അല്ലെങ്കിൽ റെഡി ആവുമായിരുന്നു. കാലിന്റെ മടമ്പ് ഇങ്ങനെ പൊന്തിയിട്ടായിരുന്നു 2 കാലിന്റെ, നിലത്ത് കണ്ട് അമർത്തി ചവിട്ടൂലായിരുന്നു. പക്ഷെ അതിപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞാൽ റെഡിയായി. പിന്നെ അങ്ങനെ കുറെ കഴിയുമ്പോൾ റെഡി ആയിക്കോളും. അവളെ ഒരു ഇതിനൊക്കെ ആകുമ്പോത്തിന് അവളെ കാര്യം ഇപ്പൊ ഒക്കെ കുറെ ശരിയായതാണ്. വലുതാവും, വയസ്സ് കൂടുന്തോറും ശരിയായി വരുന്നതാണ്. അതേപോലെ തന്നെയാണ്. എത്ര വയസ്സായി? ഇപ്പൊ 25 വയസ്സ്. 25 നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന നോക്കാം? 30 വയസ്സിൻ്റെ ഉള്ളിൽ. ദൂരം പ്രശ്നമുണ്ടോ? മലപ്പുറം ജില്ല മതിയാ? തൊട്ടടുത്തുള്ള ജില്ല നമ്മൾ നോക്കുന്നുണ്ടാ? കോഴിക്കോട് അങ്ങോട്ടൊക്കെ ഈ കുറച്ചൊക്കെ ഇവിടെ നിന്നിട്ട് അങ്ങനെ പോകുന്ന ആളാണെങ്കിൽ അപ്പോൾ ഓലൊന്ന് സെറ്റാകാൻ വരെ ഇവിടെ നിന്നിട്ട് അതിന് ശേഷം കൊണ്ടുപോകുന്ന രീതിയിൽ അങ്ങനെയാണല്ലേ? അങ്ങനെ ആകുമ്പോൾ ഇവലിക്കൊരു സമാധാനമാണ്. കാരണം ഒറ്റക്കൊരു വീട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഇതൊക്കെ വന്നില്ല. ചെറിയൊരു പക്കതൊക്കെ പോലത്തെ ഒരു വിഷയമുണ്ട്. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ട് ഓല പരസ്പരം ഓല കെമിസ്ട്രി ഒന്ന് സെറ്റായിട്ട് അങ്ങ് പോയാൽ ഓക്കെയാണ്. പിന്നെ ഉപ്പ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഫർണിച്ചർ വണ്ടി പോവാ. ഫർണിച്ചറിൻ്റെ അല്ലേ? നിങ്ങൾക്ക് എത്ര മക്കളാ? 4 ആള്. 3 ആണും ഇവിടെ ഒരു പെണ്ണും. ആരെയും വിവാഹം കഴിഞ്ഞില്ല അല്ലേ? എല്ലാ കുട്ടികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ആലോചന വരട്ടെ. ജിൻഷിദക്ക് എന്താ പറയാനുള്ളത്? എങ്ങനെയുള്ള പിയാപ്പിളിനെയാണ് വേണ്ടേ? ഞാൻ അങ്ങനെയാണ്, പിന്നെ വിളിച്ചാക്കാൻ പറ്റുന്ന ഒരാളായാൽ മതി. അതെ, മോളെ കാര്യങ്ങളൊക്കെ നമ്മൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഓളെ മുന്നിൽ നിന്ന് തന്നെയാണ് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ്. മക്കളെ മുമ്പ് നിന്ന് അങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ വിഷമാണ്. പക്ഷേ ഓലെ മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരാളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഓലും അതിനൊക്കെ സമ്മതിച്ചിരിക്കുന്നത്. ഇപ്പോൾ കല്യാണം അങ്ങ് കഴിഞ്ഞിട്ട് വേഗം അങ്ങ് ഇതാവും, അങ്ങനെയല്ല, മനസ്സിലാക്കിയിട്ട് വരുന്ന പോലും മതി. അതെ അതെ,
കുറച്ചൊരു ഇതുള്ളത് ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളതൊക്കെ പ്രശ്നമില്ല, പക്ഷെങ്കിൽ പക്വത കുറവൊന്നും അവ രണ്ടാളും ഒരുപോലെ ആയാലും നമുക്ക് ശരിയല്ലേ. ശാരീരികമായിട്ട് ചെറിയ വിഷയമല്ല, പക്ഷെ ബുദ്ധിപരമായ വിഷയമൊന്നും ഇല്ലാത്ത നല്ല സ്മാർട്ടായിട്ടുള്ള ഒരാളെയാണ് വേണ്ടത്. ജോലിക്ക് പോയിട്ട് അവളെ നോക്കുന്ന ആളായിരിക്കും. അവൾക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഒക്കെ മനസ്സിലാവും. കാര്യമൊക്കെ അവള് ചെയ്യും, എല്ലാ കാര്യങ്ങളും അവള് ചെയ്യും. നമ്മൾ പറഞ്ഞു കൊടുത്താലൊക്കെ ഒക്കെ മനസ്സിലാവും. ഇങ്ങനെയാണ് പറഞ്ഞാൽ മനസ്സിലാവും. അതെ. പിന്നെ നല്ലപോലെ അന്വേഷിക്കണം. പലരും പല സ്ഥലത്തുനിന്ന് വിളിക്കും. നല്ലപോലെ അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യുക. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു വിധ ഉത്തരവാദിത്വം ഉണ്ടാവില്ല. പലരുമാണ് വിളിക്കുക, അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് ആർക്കും ഓരോ ഫോട്ടോ അയച്ചു കൊടുക്കണ്ട, വീഡിയോ കോൾ അങ്ങനെ എങ്ങനെയാണെന്നും പറഞ്ഞെടുക്കണ്ട. നേരിട്ട് വന്ന് പെണ്ണ് കണ്ട് ബോധ്യപ്പെട്ടാൽ മാത്രം കേട്ടോ. പല ആൾക്കാരും ഒരു തിരക്കും പിടിക്കണ്ട, എല്ലാ ഫോണും അറ്റൻഡ് ചെയ്യുക, വരുന്ന കോളൊക്കെ എഴുതി വെക്കുക. അങ്ങനെ ശ്രദ്ധയോട് കൂടി ചെയ്യണം കേട്ടോ. പഠിച്ചവനെ പേടിയുണ്ടായി നിർത്താൻ പറ്റി നല്ല അവനാൻ കിട്ടിയതാണ് എന്നുള്ള ബോധമുള്ള തീർച്ചയായും ഒരു കുട്ടികളുണ്ടാവില്ല. അങ്ങനത്തെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. മോക്ക് പറഞ്ഞ പറയാനുണ്ടാ? സ്നേഹിക്കുന്ന നല്ലൊരു ബിയാപ്പിളായാൽ മതി അല്ലേ? നമ്മളൊക്കെ എല്ലാവരോടും സ്നേഹമുള്ളൂ, എല്ലാവരോടും ചെറിയാണ്. അയൽവാസികളൊക്കെ ഭയങ്കര കാര്യമാണ്. ആരെങ്കിലും കിട്ടിയ വർത്താനം പറയാനൊക്കെ നല്ല സാറാണ്. എല്ലാം ഓർമ്മയും കാര്യം എന്ത് പറഞ്ഞ എന്നെക്കാട്ടി ഓർമ്മയും ഇതൊക്കെ ഉണ്ട് അവൾക്ക് എന്ത് പറഞ്ഞാലേ. പക്ഷെ പഠിക്കാനുള്ള എന്തൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് പഠിപ്പിച്ചിരുന്നു ഞങ്ങൾ. പഠിക്കാനുള്ള അല്ല അതെല്ലാവർക്കും എല്ലാം ഉണ്ടാവില്ല, അതൊന്നും നോക്കണ്ട. പലരും പല ടൈപ്പ് അല്ലേ. അപ്പോൾ ഒക്കെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്, മറ്റുള്ളവർക്ക് ആർക്കും ഇല്ലാത്ത ഒരുപാട് പോസിറ്റീവ് ഉണ്ട്. അതുപോലെ മറ്റുള്ളവർക്കുള്ള ചില കാര്യങ്ങളൊക്കെ ഇല്ല, അതത്രേ ഉള്ളൂ. അതൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല അല്ലേ. ഓരോ മനുഷ്യരും വ്യത്യസ്തരല്ലേ. മാഷാ അല്ലാഹ് നല്ലൊരു ചിരിക്കാനുള്ളൊരു കൈ കൊടുത്തില്ലേ മോളെ. ചിരി അടിപൊളിയാണ് കേട്ടോ. എപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത്രയല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ എത്രയും പെട്ടെന്ന് മോളെ കല്യാണം നടക്കട്ടെ. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ആക്കി കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ജിൻഷിതയും ഉമ്മയും പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന വരട്ടെ. പിന്നെ ഇവർക്ക് ദൂരം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലേൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണെന്ന് പറഞ്ഞത്. പിന്നെ തൊട്ടടുത്തുള്ള ജില്ലയെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. നിങ്ങൾ വിളിക്കാതിരിക്കരുത്. പിന്നെ ഒരുപാട് ദൂരത്തൊന്നും വേണ്ട. പിന്നെ ഇങ്ങോട്ട് കുറച്ച് നിന്ന് അങ്ങനെ നമുക്കൊന്ന് ഹോൾ ഓക്കെ ആയിട്ട് നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി എല്ലാം സെറ്റായിട്ട് അങ്ങ് കൊണ്ടുപോകുന്ന ആ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ നമുക്ക് നടക്കാൻ ചെറിയൊരു ഇതുണ്ടെങ്കിൽ ഓൾ നടക്കും, അപ്പുറം ഇപ്പുറമൊക്കെ പോകുന്നതാണ്. അങ്ങനത്തെ വിഷയമൊന്നുമില്ല. പിന്നെ എഴുതാനും വായിക്കാനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ ചെറിയൊരു പക്വതക്കുറവ്, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ആണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടണം. ഇവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നല്ലപോലെ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് വരണം. വീഡിയോ കണ്ടതിൻ്റെ പേരിൽ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വന്ന് കല്യാണം കഴിക്കരുത്. പരിപൂർണമായിട്ട് മനസ്സിലാക്കിയിട്ട് സ്നേഹത്തോടു കൂടി വരും കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, കൂടെ വെക്കുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.